തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റി വരയ്ക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കാനിരിക്കെ അതീവ ജാഗ്രതയുമായി നടൻ വിജയും അദ്ദേഹത്തിന്റെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകവും പല എക്സിറ്റ് പോളുകളും ഒരു മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷം നൽകാതെ തൂക്കുസഭ പ്രവചിക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ വിജയിക്കുന്ന സ്ഥാനാർത്ഥികളെ മറ്റു പാർട്ടികൾ റാഞ്ചാതിരിക്കാൻ റിസോർട്ട് രാഷ്ട്രീയം പുറത്തെടുത്തിരിക്കുകയാണ് വിജയ്. പാർട്ടിയുടെ ഭാവിയെ ബാധിച്ചേക്കാവുന്ന ഈ നിർണായക ഘട്ടത്തിൽ ഒരു ചെറിയ പിഴവ് പോലും സംഭവിക്കരുത് എന്ന നിർബന്ധവും വിജയ്ക്കുണ്ട്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇത്തവണ DMK, AIDMK മുന്നണികൾക്കൊപ്പം TVK നിർണായക ശക്തിയാകുമെന്ന് എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത്. ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യം വന്നാൽ വിജയിക്കുന്ന ഓരോ സ്ഥാനാർത്ഥിക്കും ചെറിയ പാർട്ടികളിലെ അംഗങ്ങൾക്കും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ വലിയ പങ്കുണ്ടാകും. ഈ ഘട്ടത്തിൽ DMKയും AIADMKയും തങ്ങളുടെ ഭൂരിപക്ഷം തികയ്ക്കാൻ TVK സ്ഥാനാർത്ഥികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് വിജയ് കണക്കുകൂട്ടുന്നത്. ഇത് തടയാനാണ് വിജയിച്ച സ്ഥാനാർത്ഥികളെ വോട്ടെണ്ണൽ പൂർത്തിയായാൽ ഉടൻ സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റാൻ പാർട്ടി തീരുമാനമെടുത്തത്. ചെന്നൈക്ക് സമീപമുള്ള മഹാബലിപുരത്തെ ഒരു ആഡംബര റിസോർട്ടാണ് ഇതിനായി TVK ബുക്ക് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന പാർട്ടി യോഗത്തിൽ വിജയ് തന്നെ സ്ഥാനാർത്ഥികൾക്ക് കർശനമായ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നും സർട്ടിഫിക്കറ്റ് ലഭിച്ചാലുടൻ ഫോണുകൾ ഓഫ് ചെയ്യണമെന്നും പാർട്ടി നിശ്ചയിച്ചിട്ടുള്ള വാഹനങ്ങൾ കയറണമെന്നുമാണ് നിർദ്ദേശം. വിജയിച്ചതിന് ശേഷം അനാവശ്യമായി ആരുമായും സംസാരിക്കാൻ നിൽക്കരുതെന്നും വിജയ് സ്ഥാനാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. വോട്ടെണ്ണൽ ദിവസം രാവിലെ 6 മണിക്ക് തന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആദവ് അർജുന ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഓരോ കേന്ദ്രത്തിലെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. അട്ടിമറികൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന ഭയത്താൽ ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിലും TVKയുടെ അഭിഭാഷക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നതിലും കൃത്യത ഉറപ്പാക്കാൻ പാർട്ടി പ്രത്യേക ശ്രദ്ധ നൽകുന്നു. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതുമുഖ പാർട്ടി ഇത്രയും കൃത്യമായ ആസൂത്രണത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇതാദ്യമാണ്. വിജയുടെ സിനിമകളെ വെല്ലുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ DMK, AIADMK ക്യാമ്പുകളെ ഒരുപോലെ സമ്മർദ്ദത്തിലുമാക്കിയിട്ടുണ്ട്. മെയ് 4 ഉച്ചയോടെ ഏകദേശ ചിത്രങ്ങൾ വ്യക്തമാകും. TVK 2 അക്കം കടക്കുകയാണെങ്കിൽ തമിഴ്നാട് ഭരണം ആര് കൈയാളണമെന്ന് നിശ്ചയിക്കുന്നതാണ് വിജയുടെ നേട്ടം. കിങ് മേക്കർ എന്ന രീതിയിൽ വിജയ് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. റിസോർട്ട് രാഷ്ട്രീയത്തിലൂടെ തന്റെ ടീമിനൊപ്പം ഒപ്പം നിൽക്കാൻ വിജയ്ക്ക് സാധിച്ചാൽ അത് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഒരു പുതുയുഗത്തിന് തുടക്കമാവുകയും ചെയ്യും. എതിരാളികളുടെ കുതിരക്കച്ചവട നീക്കങ്ങളെ നടന്റെ ഈ മാസ്റ്റർ പ്ലാൻ എങ്ങനെ പ്രതിരോധിക്കുമെന്ന് കാണാൻ ആരാധകരും രാഷ്ട്രീയ നിരീക്ഷകരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.